നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാസ്ത സോസ് റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ടൊമാറ്റോസ് എടുക്കുക, അത് സ്കോർ ചെയ്തതിന് ശേഷം ദാ ഇതേപോലെ വെള്ളത്തിനകത്തിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക. നല്ലവണ്ണം തിളപ്പിച്ച് വരുമ്പോഴത്തേക്ക് ദാ ഇതേപോലെ ഇതിൻ്റെ സ്കിന്ന് തന്നെ ഷെഡാവാൻ തുടങ്ങും. അതാണ് നമ്മൾ സ്കോർ ചെയ്തതിൻ്റെ ബെനിഫിറ്റ്. പക്ഷേ മൊത്തം സ്കിന്ന് റിമൂവായി വരത്തില്ല. അതുകൊണ്ട് തന്നെ അത് ഡ്രൈ ചെയ്ത് നമ്മൾ അതിൻ്റെ സ്കിന്ന് ചൂടോടെടുത്ത് മാറ്റാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് അത് നടക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ചൂടോടെടുത്ത് മാറ്റുന്നത്. അതിനുശേഷം അതൊരു പാത്രത്തിലേക്കിട്ട് നല്ലവണ്ണം മാഷ് ചെയ്തെടുക്കുക. നിങ്ങൾക്കിവിടെ സീഡ് റിമൂവ് ചെയ്തിട്ടെടുക്കാം. പക്ഷേ ഞാനിവിടെ സീഡോടാണ് ഇടുന്നത്. അതാകുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഇതേപോലെ മാഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ടൊമാറ്റോസ് ചില സമയത്ത് നല്ലവണ്ണം വെന്ത് കിട്ടത്തില്ല. അപ്പോൾ എനിക്കിതിനകത്ത് 1-2 ടൊമാറ്റോസ് തന്നെ ഇങ്ങനെ വെന്ത് കിട്ടാത്തത് കൊണ്ട് ഞാനതൊരു ഫുഡ് പ്രോസസ്സറിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സി ഉപയോഗിക്കാം. ഞാനിവിടെ മിക്സിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫുഡ് പ്രോസസ്സറിനകത്തോ മിക്സിക്കകത്തോ ഇട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുക. 1-2 തവണ ഒന്ന് കറക്കിയാൽ മതി. അതേപോലെ നമുക്ക് ഈ പാസ്തയുടെയോ അല്ലെങ്കിൽ പിസ്സ സോസിൻ്റെയോ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. അതിലേക്ക് ഞാൻ ഒറഗാനോ ലീവ്സ് ആണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇവിടെ നമുക്ക് വേണ്ടുന്നത് ബേസിൽ ലീവ്സ് ആണ്. എന്നിട്ട് നമ്മൾ ഒരു പാൻ എടുക്കുക. പാനിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഗാർലിക്കും അതേപോലെ നമ്മുടെ ചോപ്ഡ് ഓണിയൻസും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ടൊമാറ്റോ പ്യൂരി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊരു ബോയിലിംഗ്, അതായത് നല്ലവണ്ണം ഒന്ന് തിള വന്നതിന് ശേഷം ഒന്ന് നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് നമുക്ക് വേണ്ടുന്ന ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക. പക്ഷെ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട, കാരണം പാസ്ത ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഇതൊന്ന് തിള വന്നതിന് ശേഷം ഇതേപോലെ നമുക്ക് ഇത് പ്രിസർവ് ചെയ്ത് വെക്കാം. 1-2 ദിവസമൊക്കെ ഒരു കേട് കൂടാതെ 1-2 ആഴ്ച വരെ ഇരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതേപോലെ ഷെയർ ചെയ്യണം.